ടാങ്കിൻ്റെ 1/4 ഭാഗത്തിൽ 135 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയും. 180 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ടാങ്കിൻ്റെ എത്ര ഭാഗമാണ് നിറഞ്ഞിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് ടാങ്കിൻ്റെ 1/4 ഭാഗം എടുത്താൽ അവിടെ എത്ര വെള്ളം കൊള്ളും? 135 ലിറ്റർ. ടാങ്കിൻ്റെ ടാങ്ക് എത്രയാണോ, ടാങ്കിൻ്റെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വെള്ളം എത്രയാണോ അതിൻ്റെ 1/4 ഭാഗത്തിൽ 130 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളും. അതായത് ടാങ്കിൻ്റെ ആകെ വ്യാപ്തം അല്ലെങ്കിൽ ടാങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ ജലത്തിൻ്റെ 1/4 ഭാഗത്തിൽ എത്രയാണ്? 135. അപ്പോൾ ആകെ ഇൻറ്റു 1/4 സമം 135. ഇതിന്ന് ആകെ എങ്ങനെ കാണാൻ പറ്റും? ആകെ പറഞ്ഞാൽ ആകെ വ്യാപ്തം അല്ലെങ്കിൽ ആകെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ജലം. എങ്ങനെ? ഇൻറ്റു 1/4 സമത്തിൻ്റെ വലത്തോട്ട് എടുക്കുക. ഇൻറ്റു 1/4 വലത്തോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു 4/1. അതായത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വിൽക്രമം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 135 ഇൻറ്റു 4/1 ഗുണിക്കുമ്പോൾ 540 എന്ന് വരും. ബൈ 1 കൊണ്ട് ഹരിക്കുമ്പോൾ മാറ്റം വരില്ല. 540 ലിറ്ററാണ് എന്ത്? ആകെ വ്യാപ്തം അല്ലെങ്കിൽ ഇതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത്. ടാങ്കിൽ ആകെ ഉൾക്കൊള്ളാൻ കഴിയുന്ന എത്ര? 540. ഇപ്പോൾ ഇനി എന്താ ചോദ്യം? 180 ലിറ്റർ വെള്ളമാണ് ഉള്ളത് വിചാരിക്കുക. 180 ലിറ്റർ വെള്ളമാണ് ഉണ്ടെങ്കിൽ എത്ര ഭാഗമുണ്ട് എന്ന്. അപ്പോൾ 180 എന്നുള്ളത് ആകേൻ്റെ എത്ര ഭാഗമാണ് നമ്മൾ കാണണം. 180 എന്നുള്ളത് ആകെ ഉള്ളതിൻ്റെ എത്ര ഭാഗം. അപ്പോൾ എന്താണ്? 180 ബൈ ആകെ എത്ര? 540. 180 ലിറ്റർ എന്നത് 540ൻ്റെ എത്ര ഭാഗം എന്ന് കാണണം. അപ്പോൾ 180 ബൈ 540. 0 വെട്ടിപ്പോയി. 18 കൊണ്ട് വെട്ടുമ്പോൾ 1 18 3 18 54. ഉത്തരം 1/3 ഭാഗമാണ് നിറഞ്ഞിരിക്കുന്നത്. ഒറ്റയാൻ ഏത്? 24, 60, 120, 210, 348. ഈ തന്നിരിക്കുന്ന സംഖ്യകളിൽ വേറിട്ട് നിൽക്കുന്ന സംഖ്യ അല്ലെങ്കിൽ ഒറ്റയാൻ ഏതെന്ന് കാണണം. നമുക്ക് 3ൻ്റെ ക്യൂബിൽ നിന്ന് 3 കുറയ്ക്കുക. 3ൻ്റെ ക്യൂബ് 27. 3 ക്യൂബ് 27 3 കുറച്ചാൽ 24 ആയത്തെ കിട്ടി. അടുത്ത സംഖ്യ 4ൻ്റെ ക്യൂബിൽ നിന്ന് 4 കുറയ്ക്കുക. 4ൻ്റെ ക്യൂബ് 64 4 കുറച്ചാൽ 60 അടുത്ത് കിട്ടി. അടുത്ത സംഖ്യ 5ൻ്റെ ക്യൂബ്, അതിന് 5 കുറയ്ക്കുക. 5ൻ്റെ ക്യൂബ് 125 5 കുറച്ചാൽ 120 അടുത്ത് കിട്ടി. അടുത്ത സംഖ്യ 6ൻ്റെ ക്യൂബ് എന്ന് 6 കുറയ്ക്കുക. 6ൻ്റെ ക്യൂബ് 6. 6ൻ്റെ ക്യൂബ് 216 4 കുറച്ചാൽ 210. അപ്പോൾ അടുത്തത് 7ൻ്റെ ക്യൂബിൽ നിന്ന് 7 കുറച്ചാൽ കിട്ടണം അല്ലേ? 7ൻ്റെ ക്യൂബിൽ നിന്ന് 7 കുറച്ചാൽ കിട്ടണം. 7ൻ്റെ ക്യൂബ് 343 അതും 7 കുറയ്ക്കുക. 343 7 കുറച്ചാൽ 336 വരിക. ഇവിടെ 348 സംഖ്യ. അപ്പോൾ ഇതിൽ ഈ കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന സംഖ്യ 348. ഉത്തരം 348. 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. ഇത് 4/5/24 നടന്ന LDC സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പരീക്ഷയ്ക്ക് വന്നതാണ് കേട്ടോ. 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകൾ. 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകൾ 5, 7, 9, 11 എക്സെട്ര 25. ഈ സംഖ്യകളുടെ തുകയാണ് കാണേണ്ടത്. ഇത് അരിത്മെറ്റിക് പ്രോഗ്രഷനാണ്, സമാന്തര ശ്രേണി. കാരണം ഒറ്റ സംഖ്യകൾ ഇരട്ട സംഖ്യകൾ എണ്ണൽ സംഖ്യകൾ ഇതെല്ലാം സമാന്തര ശ്രേണിയാണ്. കാരണം ഇവിടെ 2 കൂടി പോവുകയാണ്. 5, 2, 7, 7, 9, 9, 11 2 കൂടി വരുന്നു. അതുകൊണ്ട് ഇത് സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. നമുക്ക് തുക കാണണം. തുക കാണാൻ നമുക്ക് എന്തറിയണം? തുക കാണാൻ പദങ്ങളുടെ എണ്ണം അറിയണം. തുക കാണാൻ പദങ്ങളുടെ എണ്ണം അറിയണം. അപ്പോൾ ഇതിൽ പദങ്ങളുടെ എണ്ണം ആദ്യം കാണണം. നമ്പർ ഓഫ് ടേംസ് കാണാനുള്ള സൂത്രവാക്യം Tn - T1/D + 1. Tn എന്ന് പറഞ്ഞാൽ അവസാന പദം അല്ലെങ്കിൽ എണ്ണാം പദം. അവസാന പദം അല്ലെങ്കിൽ എണ്ണാം പദം അതെത്ര? 25 കുറയ്ക്കണം. T1 ഫസ്റ്റ് ടേം ആദ്യ പദം അതെത്ര? 5/D കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം. D കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം. ഇത് ഒറ്റ സംഖ്യകളാകുകൊണ്ട് പൊതുവ്യത്യാസം എത്ര? 7 5 കുറച്ചാൽ 2, 9 7 കുറച്ചാൽ 2. അപ്പോൾ ഡിക്ക് പകരം നമ്മൾ 2 എന്നിട്ടു പ്ലസ് സൂത്രവാക്യത്തിൽ 1. 25 5 കുറച്ചാൽ 20. 25 5 കുറച്ചാൽ 20. ആ 20/2 10. 20/2 10ഉം 1ഉം കൂട്ടിയാൽ 11. നമുക്ക് എന്ത് കിട്ടി? ഇതിലെ പദങ്ങളുടെ എണ്ണം കിട്ടി. അതായത് 5 മുതൽ 25 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 11 ഒറ്റ സംഖ്യകൾ. എന്താ കാണേണ്ടത്? തുകയാണ് നമുക്ക് ചോദിക്കുന്നത്. തുക. ഇതിൻ്റെ തുക കാണണം. തുക കാണാൻ സൂത്രവാക്യം എന്താ? AP-യിൽ സമാന്തര ശ്രേണിയിൽ തുക n/2 × T1 + Tn. n നമുക്ക് കിട്ടി. ഇപ്പോൾ എത്രയാണ്? 11/2 ഇൻറ്റു T1 ഫസ്റ്റ് ടേം എത്രയാണ്? 5 കൂട്ടണം. Tn nth ടേം അല്ലെങ്കിൽ എന്നാം പദം അല്ലെങ്കിൽ അവസാന പദം എത്ര? 25. അപ്പോൾ 11/2 ഇൻറ്റു 25 5 കൂട്ടി 30. ഈ 2ഉം 30ഉം വെട്ടിച്ചുരുക്കിയാൽ 15 എന്ന് വരും. 2ഉം 30ഉം വെട്ടിച്ചുരുക്കിയാൽ 15 2 30. ഇവിടെ 15 വരും. അപ്പോൾ 11 × 15. 11 × 15 ഉത്തരം 165. ഒരു ക്ലോക്ക് 5 മണി അടിക്കാൻ 8 സെക്കൻഡ് എടുത്തു. 9 മണി അടിക്കാൻ എത്ര സെക്കൻഡ് വേണം?
ക്ലോക്കിൽ 5 മണി അടിക്കാൻ 8 സെക്കൻഡ്. അതായത് 5 മണി അടിക്കുക പറയുമ്പോൾ 5 പ്രാവശ്യം മണി മുഴങ്ങും. അപ്പോൾ 5 മണി അടിക്കാൻ, അതായത് 5 മണി മുഴങ്ങാൻ, 5 പ്രാവശ്യം മണി മുഴങ്ങാൻ 8 സെക്കൻഡ് വേണം. അങ്ങനെയാണെങ്കിൽ 9 മണി അടിക്കാൻ, അതായത് 9 മണിക്ക് 9 മണി മുഴക്കങ്ങളുണ്ടാവും, അതിന് എത്ര സെക്കൻഡ് വേണം? നമുക്ക് ആദ്യം ഇത് പട്ടിക രൂപത്തിൽ എഴുതാം. മണി സെക്കൻഡ് അങ്ങനെ പട്ടിക രൂപത്തിൽ. ആദ്യം 5 മണി 8 സെക്കൻഡ്, 5 മണി 8 സെക്കൻഡ്. 9 മണി എത്ര സെക്കൻഡ്? 9 മണി എത്ര സെക്കൻഡ് നമ്മൾ ചോദ്യത്തിനിടുന്നു. ഇതിനൊരു ലളിതമായൊരു സൂത്രവാക്യം വയ്ക്കാം. ഈ കണക്ക് ചെയ്യാൻ ലളിതമായൊരു സൂത്രവാക്യം. അതായത് 2 മണി കുറയ്ക്കണം 1 ആദ്യ മണി കുറയ്ക്കണം 1 ഇൻറ്റു സെക്കൻഡ്. 2 മണി കുറയ്ക്കണം 1 ആദ്യ മണി കുറയ്ക്കണം 1 ഇൻറ്റു സെക്കൻഡ്. ഇവിടെ 5ഉം 9ഉം ഉണ്ടല്ലോ. ഇത് 5 1 മണി 9 2 മണി. 5 1 മണി 9 2 മണി. അപ്പോൾ ഒരു വില കൊടുക്കുക. 2 മണി കുറയ്ക്കണം 1, 9 കുറയ്ക്കണം 1 ആദ്യ മണി കുറയ്ക്കണം 1, 5 കുറയ്ക്കണം 1 ഇൻറ്റു പിന്നെ സെക്കൻഡ് നമുക്ക് ഒരെണ്ണേ അറിയുള്ളൂ, അത് 8. 9 1 കുറച്ച് 8, 5 1 കുറച്ച് 4, അപ്പോൾ 8/4 ഇൻറ്റു 8. 8/4 പറയുന്നത് 2 ഇൻറ്റു 8, ഉത്തരം 16 സെക്കൻഡ്. സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യമല്ലാത്ത വശം 4/3 സെൻറ്റിമീറ്റർ, ചുറ്റളവ് 4 2/15 സെൻറ്റിമീറ്റർ ആയാൽ തുല്യമായ വശം കാണുക. സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ ഐസോസിലസ് ട്രയാങ്കിൾ. സമപാർശ്വ ത്രികോണം ഐസോസിലസ് ട്രയാങ്കിൾ. നമ്മളൊരു ഐസോസിലസ് ട്രയാങ്കിൾ വരച്ചു. സമപാർശ്വ ത്രികോണം ABC പേര് കൊടുത്തു. സമപാർശ്വം പറഞ്ഞാൽ 2 വശങ്ങൾ തുല്യം. സമപാർശ്വ ത്രികോണം 2 വശങ്ങൾ തുല്യം. അപ്പോൾ നമുക്കിവിടെ ABയും ACയും തുല്യമാണ് എടുക്കുക. ABയും ACയാണ് തുല്യം. അത് രണ്ടും നമുക്ക് X എന്നെടുക്കാം. ഇത് രണ്ടുമാണ് തുല്യവശങ്ങൾ. ചോദ്യത്തിൽ എന്താ? തുല്യമല്ലാത്ത വശം തന്നിട്ടുണ്ട് 4/3. അപ്പോൾ BCയുടെ അവിടെ നമ്മൾ 4/3 ഇട്ടു. അപ്പോൾ നമ്മൾ 3 വശങ്ങളും എഴുതി. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ചുറ്റളവ്. ത്രികോണത്തിന് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ? 3 വശങ്ങളും കൂട്ടുക. ത്രികോണത്തിന് ചുറ്റളവ് 3 വശങ്ങളും കൂടി കൂട്ടുക. നമ്മളെല്ലാം കൂടി കൂട്ടുക. X കൂട്ടണം 4/3. X കൂട്ടണം 4/3 സമം എന്ത് കിട്ടും? ചുറ്റളവ്. ചുറ്റളവ് എത്ര? 4 2/15. ഒരു എക്സും കൂട്ടിയാൽ 2x പ്ലസ് 4/3 സമം 4 2/15. 2x സമം ഈ 4/3 വലത്തോട്ട് ഇടണം. 4/3 വലത്തോട്ട് ഇടുമ്പോൾ കുറയ്ക്കണം എന്നാവും. അപ്പോൾ ഈ 4 2/15 മിശ്രഭിന്നം മാറ്റുക. 4 2/15 മിക്സഡ് ഫ്രാക്ഷനാണ്. എങ്ങനെ മാറ്റുക? 4 × 15 ഗുണിക്കുക. 4 15 60. 2 കൂട്ടുക. 62/15. എന്നിട്ട് ഈ 4/3 അങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് ആവും. -4/3. നമുക്കിവിടെ കുറയ്ക്കണമെങ്കിൽ ഛേദങ്ങൾ തുല്യമല്ല. അപ്പോൾ നമുക്ക് ഈ 3നെ 15 ആക്കാം. എങ്ങനെ? 3നെ 5 കൊണ്ട് ഗുണിച്ചാൽ 15 ആവും. 3നെ 5 കൊണ്ട് ഗുണിച്ചാൽ 15 ആവും. അപ്പോൾ 5 കൊണ്ട് നമ്മൾ മുകളിലും താഴെയും ഗുണിക്കണം. 3നെ മാത്രമായിട്ട് ഗുണിക്കരുത്, അംശത്തെയും ഛേദത്തെയും ഗുണിക്കണം. അപ്പോൾ 62/15 അങ്ങനെ ഇട്ടു. കുറയ്ക്കണം. ഇവിടെ രണ്ടോടത്തും 5 കൊണ്ട് ഗുണിച്ചു. I4 20, I3 15, 20/15. ഇപ്പോൾ ഛേദങ്ങൾ തുല്യമായി. അതുകൊണ്ട് അംശങ്ങൾ ഇനി കുറച്ചാൽ മതി. 62 20 കുറച്ചാൽ 42/15. 62 20 കുറച്ചാൽ 42/15. നമുക്കതിനെ 3 കൊണ്ട് വെട്ടിച്ചെടുക്കാം. 14 3 42, I3 15. 3 കൊണ്ട് വെട്ടിച്ചുരുക്കി 14/5. ഇത് 2x ആണ്. നമ്മൾ മുകൾ ഭാഗം നമുക്ക് എഴുതി വന്നിട്ട് 2x. എക്സ് എങ്ങനെ കാണുക? × 2 ഇങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ ആവും. × 2 ഇങ്ങോട്ട് വരുമ്പോൾ ബൈ ആവും. അതായത് ഛേദത്തിൻ്റെ കൂടെ എഴുതിയാൽ മതി. അപ്പോൾ x സമം 14 ഈ 5ൻ്റെ കൂടെ ആ 2 ഇട്ട് ഗുണിച്ചാൽ മതി. 14/5 × 2. നമുക്കിതിൽ വീണ്ടും 2 കൊണ്ട് പിടിച്ചെടുക്കാം. 2 കൊണ്ട്. അപ്പോൾ മുകളിൽ 7/5. 7/5 നമുക്ക് മിശ്രഭിന്നാക്കി എഴുതാം. മിശ്രഭിന്നം എങ്ങനെ? 7 എത്ര 5 ഉണ്ട്? ഒരു 5 ശിഷ്ടം 2/5. അപ്പോൾ എന്ത് കിട്ടി? x 1 2/5. എന്താ x പറഞ്ഞാൽ? തുല്യമായ വശം എത്രയാണ്? ഉത്തരം കിട്ടിയത് 1 2/5. ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് 628 മീറ്റർ, വിസ്തീർണം 31,400 ചതുരശ്ര മീറ്ററും ആയാൽ അതിൻ്റെ വ്യാസാർത്ഥം അഥവാ ആരം കാണുക. വൃത്തം, അതായത് നമുക്ക് സർക്കിളിൻ്റെ ചുറ്റളവ്, സർക്കംഫറൻസ് തന്നിട്ടുണ്ട്. ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ്, വൃത്തത്തിൻ്റെ ചുറ്റളവ് എത്രയാണ്? 628 മീറ്റർ. അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 31,400 ചതുരശ്ര മീറ്റർ. നമുക്കതിൻ്റെ വ്യാസാർത്ഥം എന്ന് പറഞ്ഞാൽ ആരം, റേഡിയസ് ആണ് കാണുന്നത്. അപ്പോൾ വൃത്തത്തിൻ്റെ ചുറ്റളവ് സൂത്രവാക്യം, വൃത്തത്തിൻ്റെ ചുറ്റളവിൻ്റെ സൂത്രവാക്യം 2πr സമം എത്രയാണ്? 628. വില കൊടുക്കുക. 2 × പൈൻ്റെ വില 3.14 × r സമം 628. 2 × 3.14 ഗുണിക്കുമ്പോൾ 6.28 × r സമം 628. r കാണാൻ × 6.2 ഇങ്ങോട്ട് എടുക്കുക. × 6.28 ഇങ്ങോട്ട് എടുക്കുമ്പോൾ 628/6.28. ഇവിടെ ഛേദത്തിൽ നമുക്ക് അംശത്തിൽ ദശാംശമില്ല. ഛേദത്തിൽ 2 ദശാംശ സ്ഥാനമുണ്ട്.
ആ ദശാംശ സ്ഥാനം നമ്മൾ ഒഴിവാക്കുക. 6.28 ദശാംശം ഒഴിവാക്കി 628 എഴുതി. ഛേദത്തിൽ 2 സ്ഥാനം ഒഴിവാക്കിയതിന് പകരമായിട്ട് അംശത്തിൽ നമ്മൾ 2 പൂജ്യം ചേർക്കണം. ഛേദത്തിൽ 2 ദശാംശ സ്ഥാനം ഒഴിവാക്കിയതിന് പകരമായിട്ട് അംശത്തിൽ 2 പൂജ്യം ചേർക്കുക. അപ്പോൾ 62,800/628 ഹരിക്കുമ്പോൾ 628 ഒരു പ്രാവശ്യം, 628 ഒരു പ്രാവശ്യം 2 പൂജ്യവും. നമുക്ക് ആരം കിട്ടി 100 മീറ്റർ എന്ന് കിട്ടി. നമുക്കിത് എന്താ ചെയ്ത് ഈ ചുറ്റളവ് വെച്ചിട്ടാണ് ഇപ്പോൾ കണക്ക് ചെയ്തത്. നമുക്ക് ഈ വിസ്തീർണത്തിൽ നിന്ന് വേണമെങ്കിലും ആരം കാണാം വിസ്തീർണം ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ വിസ്തീർണത്തിൻ്റെ സൂത്രവാക്യം πr² ആണ്. നമുക്ക് വിസ്തീർണം തന്നിട്ട് 34,400, സൂത്രവാക്യം πr² = 31,400. വില കൊടുക്കുക 3.14 × r² = 31,400. r² കാണുമ്പോൾ ഇൻറ്റു 3.4 അങ്ങോട്ട് എടുത്തു, r² കാണുമ്പോൾ ഇൻറ്റു 3.14 അങ്ങോട്ട് എടുത്തു. അപ്പോൾ r² = 31,400/3.14. മുമ്പ് ചെയ്ത പോലെ ഇവിടെ ദശാംശം ഒഴിവാക്കണം. ദശാംശം ഒഴിവാക്കി, അപ്പോൾ 314. പകരമായിട്ട് 2 പൂജ്യം ചേർത്തു. 31,400 എന്നെഴുതി 2 പൂജ്യം ചേർത്തു. ഇത് ഹരിക്കുമ്പോൾ 314 ഹരിക്കുമ്പോൾ 1 വരും. 314 ഹരിക്കുമ്പോൾ 1 വരും. പിന്നെ ഒരു 4 പൂജ്യവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? r² = 10,000. r² 10,000 ആയാൽ r എങ്ങനെ കാണും? അതിൻ്റെ റൂട്ട് കാണുക. √10,000. 10,000ൻ്റെ വർഗ്ഗമൂലം 100. അതെങ്ങനെ കാണുന്നത് വെച്ചാൽ പൂജ്യമുള്ള സംഖ്യയുടെ റൂട്ട് കാണാൻ നമുക്ക് ആദ്യം 0 ഒഴുകിയ സംഖ്യയുടെ മാത്രം റൂട്ട് കാണുക. 0 ഒഴിവാക്കിയ സംഖ്യയുടെ മാത്രം റൂട്ട്, 1ൻ്റെ റൂട്ട് 1. പിന്നെ ചെയ്യേണ്ടത് എത്ര പൂജ്യങ്ങളാണോ അതിൻ്റെ പകുതി പൂജ്യങ്ങളിടുക. എത്ര പൂജ്യങ്ങളാണോ പകുതി പൂജ്യങ്ങൾ. 4 പൂജ്യമുള്ളത് പകുതി പൂജ്യം 2 പൂജ്യം. ഉത്തരം ആരം 100 മീറ്റർ. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന 250 മീറ്റർ നീളമുള്ള ട്രെയിനിന് 50 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകാൻ വേണ്ട സമയം കാണുക. നമുക്ക് ചോദ്യത്തിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ. അപ്പോൾ വേഗത തന്നിട്ടുണ്ട് 60 കിലോമീറ്റർ പ്രതി മണിക്കൂർ. വേഗത സ്പീഡ് 60 km/h. 250 മീറ്റർ നീളമുള്ള ട്രെയിൻ. അപ്പോൾ ട്രെയിനിൻ്റെ നീളം 250 മീറ്റർ. 50 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിൻ്റെ നീളം 50 മീറ്റർ. നമ്മൾ കാണേണ്ടത് ഈ പ്ലാറ്റ്ഫോം കടന്നു പോകാൻ ട്രെയിനിന് എത്ര സമയം വേണമെന്നാണ്. നമ്മൾ ആദ്യം ദൂരം എന്നെഴുതുക. ദൂരം എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ നീളവും പ്ലാറ്റ്ഫോമിൻ്റെ നീളവും കൂടി കൂട്ടണം. ദൂരം എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ നീളവും പ്ലാറ്റ്ഫോമിൻ്റെ നീളവും കൂട്ടുക. അപ്പോൾ 250ഉം 50ഉം കൂട്ടുമ്പോൾ 300 മീറ്റർ. ഇനി നമ്മൾ വേഗത എഴുതുക. വേഗത എത്ര? 60 കിലോമീറ്റർ പ്രതി മണിക്കൂർ. 60 കിലോമീറ്റർ പ്രതി മണിക്കൂർ. 60 കിലോമീറ്റർ പ്രതി മണിക്കൂർ. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി യൂണിറ്റ് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. രണ്ടിൻ്റെയും കൂടി യൂണിറ്റ്. ഇവിടെ കിലോമീറ്ററാണ്, ഇവിടെ മീറ്ററാണ്. ഇവിടെ കിലോമീറ്ററാണ്, ഇവിടെ മീറ്ററാണ്. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. യൂണിറ്റ് ഒരുപോലെ വരണം. അപ്പോൾ നമ്മൾ ഈ 60നെ 5/18 എന്ന കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 60നെ 5/18 എന്ന സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കുക. നമുക്ക് ഈ 9 2 കൊണ്ട് പഠിച്ചെടുക്കുമ്പോൾ ഇവിടെ 30 വരും. 30. ആ 30 × 5 150. അടിയിൽ 2 കൊണ്ട് വെട്ടുമ്പോൾ 9 വരും. അടിയിൽ 2 കൊണ്ട് വെട്ടുമ്പോൾ 9. അപ്പോൾ എന്ത് വരും? 150/9. ഇപ്പോൾ യൂണിറ്റ് മീറ്റർ പ്രതി സെക്കൻഡായി. അപ്പോൾ നമ്മൾ കിലോമീറ്റർ പ്രതി മണിക്കൂർ എന്ന യൂണിറ്റിനെ, വേഗതയുടെ ഒരു യൂണിറ്റാണ് കിലോമീറ്റർ പ്രതി മണിക്കൂർ, ആ യൂണിറ്റിനെ മീറ്റർ പ്രതി സെക്കൻഡ് ആക്കാനാണ് നമ്മൾ എന്ത് ചെയ്യണത്? 5/18 കൊണ്ട് ഗുണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് തീർന്നു. കാരണം ഇവിടെ ദൂരം യൂണിറ്റ് മീറ്റർ, ഇവിടെയും മീറ്റർ വന്നു. ഇനി നമുക്ക് സൂത്രവാക്യത്തിൽ വില കൊടുക്കാം. എന്താ കാണേണ്ടത്? സമയമല്ലേ. സമയം കാണാൻ ദൂരം ബൈ വേഗത. ദൂരം എത്രയാണ്? 300 ബൈ വേഗത എത്രയാണ്? 150/9. 300/150/9 നമ്മളെങ്ങനെ ചെയ്യുക? ഛേദത്തിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം. ഛേദത്തിൻ്റെ വിക്രമം കൊണ്ട് ഗുണിക്കണം. അപ്പം 300 അംശം അതുപോലെ ഇട്ടു, ഇൻറ്റു ഇതിനെ തിരിച്ചിട്ടു 9/150. ഈ 150ഉം 300 കൂടി നമുക്ക് 2 പ്രാവശ്യം വെട്ടാം. 150നെ 2 കൊണ്ട് ഗുണിച്ചാൽ 300 കിട്ടും. 150നെ 2 കൊണ്ട് ഗുണിച്ചാൽ 300. അപ്പോൾ ഇവിടെ വെട്ടുമ്പോൾ 2 വരും. 2 × 9. ഉത്തരം 18. ഇത് സമയമാണ്. സമയത്തിൻ്റെ യൂണിറ്റ് നമുക്കിവിടെ എന്താ? സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. ഉത്തരം 18 സെക്കൻഡ്. √(x/221) = 2 ആയാൽ എക്സിൻ്റെ വില കാണുക. നമുക്ക് ഒരു ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. √(x/221) = 2. ഈ സമവാക്യത്തിൻ്റെ ഇടതുവശം എന്താണ്? √(x/221). വലതുവശം 2. നമുക്കിതിന്ന് എക്സ് ആണ് കാണേണ്ടത്. ഈ എക്സ് എവിടെ കിടക്കുന്നു? റൂട്ട് ചിഹ്നത്തിനകത്താണ് കിടക്കുന്നത്. എക്സ് റൂട്ട് ചിഹ്നത്തിനകത്താണ്. അപ്പോൾ ആ റൂട്ട് ചിഹ്നം നമുക്ക് കളയണം. എന്നാൽ എക്സിൻ്റെ വില കാണാൻ പറ്റുള്ളൂ. റൂട്ട് ചിഹ്നം കളയണം. അതിനായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ്റെ ഇരുവശത്തും സ്ക്വയർ കാണുക.
ഇരുവശത്തും വർഗം കാണുക, സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. അപ്പോൾ ഇടതുവശം എഴുതി എന്താണ് √(x/221 ഹോൾ സ്ക്വയർ സമം വലതുവശം എഴുതി എന്താണ് 2 സ്ക്വയർ. നമുക്കറിയാം ഒരു സംഖ്യയ്ക്ക് റൂട്ട് ചിഹ്നവും സ്ക്വയറും കൂടി എഴുതിയ അത് രണ്ടും പോയിട്ട് ആ സംഖ്യ മാത്രം എഴുതിയാൽ മതി. അതായത് √(x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, √(x ഹോൾ സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ അതുപോലെ √(x/221 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x/221 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ x/221 സമം 2 സ്ക്വയർ 4. നമുക്ക് /221 അങ്ങോട്ട് എഴുതുക, /221 അങ്ങോട്ട് എഴുതുമ്പോൾ ഇൻറ്റു ആവും. അപ്പോൾ x സമം 4 × 221 ഗുണിക്കുമ്പോൾ എക്സിൻ്റെ വില 884. 37 × 26 സമം 962 ആയാൽ 39, 26 എന്നീ സംഖ്യകളുടെ ഗുണനഫലം കാണുക. നമുക്ക് 37 × 26 സമം 962 തന്നിട്ടുണ്ട്. 37 × 26 സമം 962. നമുക്ക് എന്ത് കാണണം? 39, 26 എന്നീ സംഖ്യകളുടെ ഗുണനഫലം കാണണം. 39 × 26 കാണണം. ഈ 37 × 26 പറഞ്ഞാൽ എന്താർത്ഥം? 37ഉം 26ഉം ഗുണിക്കുക, 37ഉം 26ഉം ഗുണിക്കുക. അതായത് മറ്റു തരത്തിൽ പറഞ്ഞാൽ 37 പ്രാവശ്യം 26 കൂട്ടുക. 37 പ്രാവശ്യം 26 കൂട്ടിയതാണ് 962. അപ്പോൾ ഇതോ 39 × 26 എന്താ? 39 പ്രാവശ്യം 26 കൂട്ടണം, 39 പ്രാവശ്യം 26. അപ്പോൾ 37 പ്രാവശ്യം 26 കൂട്ടിയത് ഇവിടെ ഉണ്ട് 962. 39 പ്രാവശ്യം 26 കൂട്ടിയത് കാണാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ ഇവിടെ 2 എണ്ണല്ലേ കൂടുള്ളൂ. ഇത് 37 പ്രാവശ്യം 26 കൂട്ടിയിരിക്കണു. ഇനി നമ്മൾ കണ്ടതോ 39 പ്രാവശ്യം 26 കൂട്ടണം. അതായത് ഒരു 2 പ്രാവശ്യം കൂടി 26 കൂട്ടണം ഇതിൻ്റെ കൂടെ. അപ്പോൾ 962 കൂട്ടണം 26 കൂട്ടണം 26 കൂട്ടുമ്പോൾ 6 6 12 2 14 ശിഷ്ടം 1 1 2 3 2 5 6 11 ശിഷ്ടം 1 1 9 10. ഉത്തരം 1014. 10 + 15 + 20 + etc. എന്ന ശ്രേണിയുടെ തുടർച്ചയായ 20 പദങ്ങളുടെ തുക കാണുക. നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട്. ഇത് 10ഉം 5ഉം 15, 15ഉം 5ഉം 20, 5 കൂട്ടി എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് സമാന്തര ശ്രേണിയാണ്. ഇത് അരിത്മെറ്റിക് പ്രോഗ്രഷനാണ്. നമുക്ക് തുകയാണ് കാണേണ്ടത്. തുക കാണാനുള്ള സൂത്രവാക്യം S = n/2 × t1 + tn. അതായത് പദങ്ങളുടെ എണ്ണത്തിനെ 2 കൊണ്ട് ഹരിക്കുക, അതിനെ ആദ്യ പദവും n-ാം പദവും കൂടി കൂട്ടിയിട്ട് ഇത് രണ്ടും കൂടി ഗുണിക്കുകയാണ് വേണ്ടത്. ഇതിലിപ്പോൾ നമുക്ക് n നമ്പർ ഓഫ് ടേംസ് പദങ്ങളുടെ എണ്ണം അറിയാം 20, t1 ഫസ്റ്റ് ടേം ആദ്യ പദം അറിയാം 10, n-ാം പദം അറിയില്ല, അതായത് അവസാന പദം ഇതിൻ്റെ അവസാനം എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് അതാദ്യം കാണുക. ഇത് അരിത്മെറ്റിക് പ്രോഗ്രഷനാണ്. tn സൂത്രവാക്യം a + n - 1 × t വില കൊടുത്തു. t നമ്മൾ 20 പദങ്ങളാണ്. അപ്പോൾ ഇവിടെ അവസാന പദം അല്ലെങ്കിൽ n-ാം പദം പറഞ്ഞാൽ 20-ാം പദമാണ്. അപ്പോൾ t 20 സമം a ആദ്യ പദം എത്രയാണ്? 10 + n - 1 എന്ന് പറഞ്ഞാൽ 20 ആണ്. 20 - 1 ഇൻറ്റു പൊതു വ്യത്യാസം നമുക്ക് 15 നിന്ന് 10 കുറച്ചാലും 5, 20 നിന്ന് 15 കുറച്ചാലും 5. അപ്പോൾ ഡിക്ക് പരം കോമൺ ഡിഫറൻസ് 5 ആണ്. 10 + 20 നിന്ന് കുറച്ചാൽ 19 ബ്രാക്കറ്റ് ആകുകൊണ്ട് ഇൻറ്റു 5 ഇട്ടു. ഇത് കൂട്ടലും ഗുണിക്കലും വരുമ്പോൾ ഗുണിച്ചിട്ട് വേണം കൂട്ടാൻ. കൂട്ടലും ഗുണിക്കലും വരുമ്പോൾ ഗുണിച്ചിട്ട് കൂട്ടണം. അപ്പോൾ 19 × 5 95 + 10 105. നമുക്ക് അവസാന പദം അല്ലെങ്കിൽ n-ാം പദം ഇതിൻ്റെ അവസാനം എത്രയാണെന്ന് കിട്ടി. n-ാം പദം എത്രയാണ്? 105. ഇനി നമുക്ക് ഈ സൂത്രവാക്യത്തിന് വില കൊടുക്കാം. സം തുക സമം n നമ്പർ ഓഫ് ടേംസ് 20 ആണ്. 20/2 ഇൻറ്റു ആദ്യ പദം 10 ആണ് പ്ലസ് tn ഇപ്പം കിട്ടിയതാണ് എത്രയാണ്? 105. 20/2 10 ബ്രാക്കറ്റ് ആവുകൊണ്ട് ഇൻറ്റു ഇട്ടു. 105ഉം 10 കൂടി കൂട്ടിയാൽ 115. 115നെ 10 കൊണ്ട് ഗുണിച്ചാൽ 1150 ഉത്തരം. ഈ കണക്ക് നമുക്ക് മറ്റൊരു രീതിയിലും കൂടി ചെയ്യാം. അതായത് തുക കാണാൻ നേരിട്ടൊരു സൂത്രവാക്യത്തിൽ വില കൊടുക്കാം. തുക കാണാനുള്ള നേരിട്ടൊരു സൂത്രവാക്യം S = n/2 × 2a + n - 1 × d. ഇതിൽ n എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണം എത്രയാണ്? 20. 20/2 ഇൻറ്റു 2a. അപ്പോൾ 2 ഇൻറ്റു a ആദ്യ പദം 2 ഇൻറ്റു 10 പ്ലസ് n പദങ്ങളുടെ എണ്ണം. ഈ പദങ്ങളുടെ എണ്ണം 20 ആണല്ലോ. അപ്പോൾ n - 1 20 - 1 ഇൻറ്റു പൊതു വ്യത്യാസം 5 ആണ്. 10, 15, 20 അങ്ങനെ പോകുമ്പോൾ പൊതു വ്യത്യാസം 5 കൂട്ടി പോവുകയാണ്. പൊതു വ്യത്യാസം 5 ആണ്. അപ്പോൾ 20/2 10 ഇൻറ്റു ബ്രാക്കറ്റിൽ 2 ഇൻറ്റു 10 20 പ്ലസ് 21 കുറച്ചു 19 ഇൻറ്റു 5 10 ഇൻറ്റു 20 പ്ലസ് 19 ഇൻറ്റു 5 95. 10 ഇൻറ്റു 20 95 കൂട്ടി 115. 115 ഇൻറ്റു 10 ഉത്തരം
1150.